തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ MR അജിത് കുമാർ ഹൈക്കോടതിയിൽ നാളെ അപ്പീൽ നൽകും. വിജിലൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. വസ്തുത വിലയിരുത്താതെയെന്ന് കോടതി ഉത്തരവെന്നാണ് MR അജിത് കുമാറിന്റെ വാദം. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. സർക്കാർ ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ കോടതിയുടെ വിധിയിലുള്ളത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകാനിരിക്കുകയാണ്. ഇപ്പോൾ MR അജിത് കുമാറും അപ്പീൽ പോകാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് നമ്മൾ അറിയുന്നത്? റഹീസ് റഷീദ്, എന്താണ് MR അജിത് കുമാറിന്റെ വാദം? ഗുഡ് മോർണിംഗ് അരുൺ. MR അജിത് കുമാർ പറയുന്നത് കോടതി കണ്ടെത്തിയ കാര്യങ്ങളൊന്നും ശരിയായ നിലപാടല്ല, അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങളല്ല. അതിന് പറയുന്നത്, ഒന്ന്, കോടതി പറഞ്ഞത് കീഴുദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത്. കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന് MR അജിത് കുമാർ നാളെ ഹൈക്കോടതിയുടെ മുമ്പിൽ വാദിക്കും. കീഴുദ്യോഗസ്ഥൻ അത് അന്വേഷിക്കാൻ പ്രാപ്തനാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, അത് കീഴുദ്യോഗസ്ഥനാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഉദാഹരണമായി, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസിൽ ഒരു അന്വേഷണം നടത്തേണ്ടി വന്നാൽ ആ ആഭ്യന്തര വകുപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ഏത് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും? DGP അന്വേഷിച്ചാൽ പോലും അത് കീഴുദ്യോഗസ്ഥൻ എന്ന് പറയേണ്ടി വരില്ലേ എന്നൊരു വാദം MR അജിത് കുമാർ ഉന്നയിക്കുന്നു. മറ്റൊന്ന്, തെളിവുകളില്ലാതെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നത് ശരിയല്ല. വിവിധ തെളിവുകൾ കോടതിയുടെ മുൻപിൽ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പരാതിക്കാരൻ്റെ കയ്യിൽ കുറച്ച് പത്രക്കട്ടിങ്ങും വീടിൻ്റെ പ്ലാനും മാത്രമാണുള്ളത്. അത് വെച്ച് അന്വേഷണ സംഘം നൽകിയ തെളിവുകൾ തെറ്റാണ് എന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല. അതുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ച് തന്നെ കുറ്റവിമുക്തനാക്കണം എന്ന ആവശ്യമാണ് MR അജിത് കുമാർ ഉന്നയിക്കുക. പ്രധാനപ്പെട്ട ചില അഭിഭാഷകരുമായി കഴിഞ്ഞ ദിവസം ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിച്ചത്. നാളെ തന്നെ ഹർജി നൽകുമെന്ന് മനസ്സിലാക്കുന്നു. സർക്കാരും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ, അപ്പീൽ നൽകാൻ തീരുമാനിച്ചു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. റഹീസ്, ഉഷാറല്ലേ? നമ്മുടെ മെസ്സി വരുന്നുണ്ടാ ഇവിടെ. അതിൻ്റെ ഓളം എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട പ്രശ്നം, ടിക്കറ്റ് ചോദിച്ച് എൻ്റെ സാറേ ആളുകൾ മൊത്തം വിളിയാണ്. ഒരു രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്കെതിരെ സാധാരണ ഇതിൽ മെസ്സി വരില്ല എന്ന് പറഞ്ഞ് നിരന്തരം വാർത്ത ചെയ്ത നമ്മുടെ പഴയ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു സഹപ്രവർത്തകൻ്റെ മെസ്സേജ്, ചെയ്തതൊക്കെ ചെയ്ത് അതൊക്കെ മറന്നേക്കണം, ഒരു ടിക്കറ്റ് ഒപ്പിച്ച് തന്നേക്കണ കളിയാണ്. നോക്കാതെ താങ്ക് യു. നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല റഹീസ്. എല്ലാവരും കളിക്ക് വേണ്ടിയിട്ട് മെസ്സിയെ ആരാധിക്കുന്ന മനുഷ്യർ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരോടുള്ള അതൃപ്തി ഇല്ലാതാവും. മെസ്സിയെ സ്നേഹിക്കുന്ന മനുഷ്യർ ഒറ്റക്കെട്ട. താങ്ക് യു റഹീസ്.